Good morning, students. Adutha university question idana. Find the volume of the solid in the first octane bounded by the coordinate planes and the plane x plus 2y plus z equal to 6. The December 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ച വോളിയം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? വോളിയം is equal to ട്രിപ്പിൾ ഇന്റഗ്രൽ GD. നമുക്ക് ഇതെങ്ങനെ എഴുതാം? ട്രിപ്പിൾ ഇന്റഗ്രൽ dv ക്ക് വരെ എഴുതാം dz dy dx. dz dy dx. dz ന്റെ y യുടെ x ന്റെ ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് z ന്റെ ലിമിറ്റ് കിട്ടാനായിട്ട് x plus 2y plus z is equal to 6. അപ്പോൾ z ന്റെ സമയത്തിനാണ് 6 minus x minus 2y. ഇവിടെ ഫസ്റ്റ് ഒക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 6 minus x minus 2y. 6 minus x minus 2. ഇനി നമുക്ക് 2 ഡയമെൻഷൻ പ്ലെയിനിലേക്ക് പ്രൊജക്ഷൻ കൊടുക്കാം. പ്രൊജക്ഷൻ കൊടുക്കുമ്പോൾ z 0 ആയിരിക്കും. അപ്പോൾ x plus 2y is equal to 6 വരും. അപ്പോൾ 2y is equal to 6 minus x വരും. അപ്പോൾ y is equal to 6 minus x by 2. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു 0 ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് 6 minus x by 2. ഇനി നമ്മൾ x ആക്സിസിൽ y 0 ആയിരിക്കും. അപ്പോൾ x എന്നുള്ളത് എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പർ ലിമിറ്റ് 6 ഉം ലോവർ ലിമിറ്റ് 0. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ 0 to 6. അങ്ങനെ നമുക്ക് z ന്റെയും y യുടെയും x ന്റെയും ലിമിറ്റ് കിട്ടി. z ന്റെ ലിമിറ്റ് 0 to 6 minus x minus 2y. x plus 2y plus z equal to 6 എഴുതി. അതിൽ നിന്ന് z is equal to 6 minus x minus 2y. ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 യും അപ്പർ ലിമിറ്റ് 6 minus x minus 2y എടുത്തു. അതുപോലെ y യുടെ ലോവർ ലിമിറ്റ് 0 യും അപ്പർ ലിമിറ്റ് 6 minus x by 2 എടുത്തു. അതുപോലെ x ന്റെ ലോവർ ലിമിറ്റ് 0 യും അപ്പർ ലിമിറ്റ് 6 എടുത്തു. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യം z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ 0 to 6 minus x by 2. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z വരും 0 to 6 minus x minus 2y dy dx. That is 0 to 6 minus x by 2, 6 minus x minus 2y. അപ്പർ ലിമിറ്റ് ആണ് dy dx. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. That is integral 0 to 6. ഇനി y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y minus xy minus 2y square by 2 എന്ന് പറഞ്ഞാൽ y square. ലോവർ ലിമിറ്റ് 0 to 6 minus x by 2. രണ്ടാമത് നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y, x ഇന്റഗ്രേറ്റ് xy, 2y ഇന്റഗ്രേറ്റ് 2y square by 2 അപ്പോൾ y square. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to 6 into 6 minus x by 2. y ക്ക് നമ്മൾ 6 minus x by 2 കൊടുത്തു. minus x into 6 minus x by 2. Then y square ന് 6 minus x by 2 the whole square. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോവർ ലിമിറ്റിന്റെ ആവശ്യമില്ല. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ 6ഉം 2ഉം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇപ്പൊ 3 വരും. അപ്പൊ ഇന്റഗ്രൽ 0 to 6 ഇവിടെ 3 വരുമ്പോ 3 കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ 3 6 18 minus 3x. അപ്പൊ ആദ്യത്തെ 3 6 18 minus 3x കിട്ടി. ഇവിടെ നമുക്ക് minus 6x by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? minus 3x. ഇനി ഇവിടെ x കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ plus x square by 2 minus. ഇനി ഇവിടുത്തെ ടേമിൽ എന്താണ്? 36 plus x square minus 12x divided by 4. 2 ന്റെ സ്ക്വയർ 4 into dx. ഇനി ഒന്നും കൂടി നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ 0 to 6 18 minus 3x plus x square by 2 36 by 4. ഇവിടെ 9 വരും. ഇവിടെ -9. അടുത്ത ടേമില് minus x square by 4. അവിടെ പ്ലസ് 4 12 വെട്ടി കഴിയുമ്പോൾ പ്ലസ് 3x. That is integral 0 to 6. ഇനി ഈ 3x വെട്ടിക്കളയും.
പിന്നെ നമുക്ക് 18 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. 18 മൈനസ് 9 എന്ന് പറയുമ്പോൾ 9 ഉണ്ട്. അപ്പൊ ഈ 18 പോയി 9 പോയി 3x പോയി, 3x പോയി, ഒരു 3x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. അപ്പൊ 3x കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് x square by 2 മൈനസ് x square by 4. x square by 2 മൈനസ് x square by 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x square by 4. എല്ലാ ടേമുകളും നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് അവസാനം കിട്ടിയ എത്രയാണ്? 9 മൈനസ് 3x പ്ലസ് x square by 4. ഈ 18 9 കുറച്ച് കഴിയുമ്പോൾ 9 വരും. മൈനസ് 3x മൈനസ് 3x വിട്ടിക്കളഞ്ഞ് ഒരു മൈനസ് 3x വരും. x square by 2 x square by 4 കുറച്ച് കഴിഞ്ഞാൽ x square by 4. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭാഗത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ this is equal to 9x minus 3x square by 2 plus 1 by 4 x cubed by 3. Lower limit 0, upper limit 6. That means നമ്മൾ എക്സിന് 6 കൊടുക്കുമ്പോൾ 6 9 54 മൈനസ് 3 by 2 ഇൻറ്റു ഇവിടെ 36 പ്ലസ് 1 by 4 ഇൻറ്റു 3 ഇൻറ്റു ഇവിടെ 6 ഇൻറ്റു 6 ഇൻറ്റു 6. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 54 മൈനസ് ഈ 2 36 വിട്ട് കളഞ്ഞ് കഴിയുമ്പോൾ 18 വരും. 3 24 3 5 54 വരും. 54 മൈനസ് 54 പ്ലസ് ഇവിടെ നമുക്ക് ഈ 3 6 വിട്ട് കളയും. 3 6 വിട്ട് കളഞ്ഞാൽ 2 വരും. ഇവിടെ 23 6. ഇനി ഈ 4ഉം 2 വെട്ടിക്കളയാം. അപ്പൊ 2 വരും. ഈ 2ഉം 6 നമുക്ക് വെട്ടിക്കളയും. അപ്പൊ ബാക്കി 3 വരും. 3 6 18. അപ്പൊ നമുക്ക് ഇത് 2 വെട്ടിക്കളഞ്ഞ അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ്? 18 എന്നാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടുന്നത്. 18. ഈ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? 18 ആണ്. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QUESTION ചോദിച്ചതാണ്. അപ്പൊ നോട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കാണാനായിട്ട് എന്താ ചെയ്തത്? ട്രിപ്പിൾ ഇന്റഗ്രൽ dv. ഇപ്പൊ dv എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതി? dz dy dx. ഇനി z-ന്റെ ലിമിറ്റ്, y-യുടെ ലിമിറ്റ്, x-ന്റെ ലിമിറ്റ്, മൂന്നിന്റെ ലിമിറ്റുകൾ ഓരോന്ന് കണ്ടുപിടിക്കണം. നമുക്ക് x plus 2y plus z എന്നുള്ള പ്ലെയിൻ തന്നിട്ടുണ്ട്. ഈക്വൽ ടു 6 എന്നൊരു പ്ലെയിൻ തന്നിട്ടുണ്ട്. ആ പ്ലെയിനിൽ നിന്ന് z-ന്റെ അപ്പർ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. 6 മൈനസ് x മൈനസ് 2y. ലോവർ ലിമിറ്റ് 0 ഇട്ട് എടുക്കാൻ കാരണം എന്താണ്? ഫസ്റ്റ് ഓപ്ഷന്റെ ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് 0 എടുത്തു. അപ്പൊ z-ന്റെ ലിമിറ്റ്. ഇനി നമ്മളത് 2 ഡയമെൻഷൻ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ z ഇല്ല, z 0 ആണ്. അപ്പൊ x plus 2y equal to 6. അതിൽ നിന്ന് y കണ്ടുപിടിച്ചു. y-യുടെ ആൻസർ 6 മൈനസ് x by 2. ഇവിടെ ഫസ്റ്റ് ഓപ്ഷന്റെ ആയത് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ്. ഇനി അടുത്ത കേസിൽ x plus 2y equal to 6 x ആക്സിൽ y 0 ആണ്. അപ്പൊ x is equal to 6 വരും. x-ന്റെ അപ്പർ ലിമിറ്റ് 0, 6 കിട്ടും. ലോവർ ലിമിറ്റ് 0. ആദ്യം z വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം y വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. അവസാനം സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ അവസാനം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 18 എന്നുള്ള ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.